കയറി വരണം. വാ. ഇരിക്കൂ. ടീച്ചറെ, പിള്ളേരൊക്കെ ഇങ്ങി വാ, ഇരിക്കേ. ഇവിടെ ഇരിക്കേ. ഞാനിവിടെ നിന്നോളാം. സുഖമല്ലേടാ നിനക്ക്? എത്ര നാളായി മോനെ ഒന്ന് കണ്ടിട്ട്? പണ്ടേ മികച്ച അധ്യാപികയ്ക്കുള്ള സംസ്ഥാന അവാർഡ് വാങ്ങിക്കാനായിട്ട് ഞാൻ വന്നപ്പോ സ്കൂളിലെ കുട്ടികളുടെ വക ഒരു സ്വീകരണം ഉണ്ടായിരുന്നു. കുട്ടികളെയൊക്കെ പ്രതിനിധീകരിച്ച് അന്ന് നിന്നത് ഈ സച്ചിയായിരുന്നു. എനിക്ക് പൂച്ചണ്ടൊക്കെ തന്നാ സ്വീകരിച്ചത്, ദേ ഇതുപോലെ. അത് ചെയ്യാൻ ഏറ്റവും ആഗ്രഹിച്ചത് ഇവനായിരുന്നു കേട്ടോ. ഞങ്ങളുടെ സ്കൂളിലെ മികച്ച വിദ്യാർത്ഥിയായിരുന്നു സച്ചി. ഇവൻ എന്റെ ഏറ്റവും നല്ല വിദ്യാർത്ഥി മാത്രമല്ല, എന്റെ സ്വന്തം മോനെ പോലെയാ. മിടുക്കനായിരുന്നു കേട്ടോ ഇവൻ. ഓട്ടത്തിലും ചാട്ടത്തിലും പഠിപ്പിലും എല്ലാം ഒന്നാമൻ. സ്കൂളിന്റെ അഭിമാനം. എല്ലാ പിള്ളേരുടെ ഹീറോ ആയിരുന്നു ഇവൻ. ഇതില് മാത്രമല്ല കേട്ടോ, സ്നേഹം കൊടുക്കുന്ന കാര്യത്തിലും സച്ചി മുന്നിൽ തന്നെയായിരുന്നു. ഞാനേ അന്ന് നടന്നൊരു സംഭവം പറയാമേ. ഒരു ദിവസം സ്കൂള് വിട്ടപ്പോ നല്ല മഴ. കുടയെടുക്കാത്ത 2 കുട്ടികള് വീട്ടിൽ പോകാൻ പറ്റാതെ വഴിയരികിൽ നിൽക്കുകയായിരുന്നു. അപ്പതേ ഈ ഇരിക്കുന്നവൻ ഇവന്റെ കൊടിയെടുത്ത് അവർക്ക് കൊടുത്തു. എന്നിട്ട് ഇവന്റെ ഒരു കെട്ട് പുസ്തകം എല്ലാം കൂടി ഷർട്ടിനകത്ത് തിരികെ കയറ്റി മഴയത്ത് ഒരൊറ്റ ഓട്ടവാ വീട്ടിലേക്ക്. അന്നേ ഇവൻ തണുത്ത് വിറച്ചാ വീട്ടിൽ കയറി ചെന്നത്. പിറ്റേന്ന് പനി പിടിച്ചു കിടന്നു. അന്നു മുതലേ ഈ സച്ചിയെ ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയതാ. ഇവന്റെ ക്ലാസ്സിലെ വളരെ പാവപ്പെട്ട ഒരു കുട്ടിയുണ്ടായിരുന്നു. ഒരേ ഒരു ഷർട്ട് മാത്രമേ ആ കുട്ടിക്കുണ്ടായിരുന്നുള്ളൂ, അതും കീറിയത്. ചില ദിവസങ്ങളിലെ അലക്കി ഉണങ്ങാത്ത നനഞ്ഞ ഷർട്ട് ഇട്ടോണ്ടാ അവൻ സ്കൂളിൽ വന്നോണ്ടിരുന്നത്. അവന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു ഷർട്ട് വേണമെന്നായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് ഇവനൊരു പുത്തൻ ഷർട്ട് ഇട്ടോണ്ട് സ്കൂളിൽ വന്നത്. നല്ല ഭംഗിയുള്ള ഒരു ഷർട്ടായിരുന്നു. അതൊക്കെ ഇട്ട് സന്തോഷത്തോടെയാ ആശാനൊന്ന് സ്കൂളിൽ വന്നത്. എന്നിട്ട് എന്തായി? പിറ്റേ ദിവസം ആ ഷർട്ട് ഇട്ടോണ്ട് വന്നതേ ആ പാവപ്പെട്ട കുട്ടിയാ. അന്ന് ഞാൻ ഇവനോട് ചോദിച്ചപ്പോ ഇവൻ പറഞ്ഞ എന്താണെന്നറിയാമോ? ടീച്ചറെ, എനിക്ക് വേണമെങ്കിൽ വേറെ കിട്ടും, പക്ഷേ അവനത് കിട്ടില്ല. അവന്റെ ആഗ്രഹ പുതിയൊരു ഷർട്ട്. അവന്റെ സന്തോഷം കാണാൻ വേണ്ടി ഞാനത് കൊടുത്തതാന്ന്. ഇങ്ങനെ എത്രയെത്ര സംഭവങ്ങള്. ഇത് ചിലപ്പോ നിങ്ങൾക്കൊക്കെ ചെറിയൊരു കാര്യമായിട്ട് തോന്നുമായിരിക്കും, പക്ഷേ അന്ന് ഇവന്റെ കുഞ്ഞു മനസ്സില് ഇതെല്ലാം വലിയ വലിയ കാര്യങ്ങളാ. നിന്നേക്കാൾ നിനക്ക് മറ്റുള്ളവരോടായിരുന്നു കൂടുതൽ ഇഷ്ടം. മറ്റുള്ളവരുടെ ചിരി കാണാൻ വേണ്ടിയിട്ടായിരുന്നു നിന്റെ സന്തോഷം. അതുകൊണ്ട് തന്നെയാണ് മോനെ നീ എല്ലാവർക്കും പ്രിയപ്പെട്ടവനായത്. മോനെ, ഈ ടീച്ചറമ്മയ്ക്ക് നീ മകനാ. നിന്നെ ഒന്ന് കാണണമെന്നുള്ള ആഗ്രഹം കുറെ നാളായിട്ട് ഞാൻ മനസ്സിൽ കൊണ്ട് നടക്കുക. ഇന്ന് എന്തായാലും അത് സാധിച്ചു. അതാണ് നിന്നെ കാണാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്റെ ജീവിതത്തില് ഞാൻ ഒരിക്കലും മറക്കാത്ത കുറച്ച് ആളുകളുണ്ട്. അതില് ഏറ്റവും മുന്നില എന്റെ ടീച്ചറമ്മ. ഞാൻ കൂടെ കൂടെ തിരക്കാറുണ്ടായിരുന്നു. ഡൽഹിയില് മക്കളോടൊപ്പം താമസം അറിഞ്ഞു. ഞാൻ ഓണത്തിന് വന്നതാ മോനെ, നിന്നെ ഒന്ന് കാണാൻ വേണ്ടി മാത്രം. എന്റെ ഈ സച്ചിമോനെ കാണാൻ.